ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അച്ഛൻ കുറച്ചൊക്കെ പല്ലിക്കോര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാ നാട്ടിലും പല്ലിക്കോര എന്നാണോ ഇതിന് പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. അച്ഛൻ ഇതിന് പല്ലിക്കോര എന്നാണ് പറയുന്നത്. എനിക്കിതിപ്പോൾ ഈ കോരമീനെന്ന് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇത് കോരയല്ല പല്ലിക്കോരയാന്ന് പറഞ്ഞു. അപ്പോൾ ഈ മീനെല്ലാം നമുക്കിനി വെട്ടി നല്ല അടിപൊളി ഒരു കറി വെക്കണം, പിന്നെ വറുക്കാമെന്ന് വിചാരിക്കുന്നു. ഈ മീനുണ്ടല്ലോ നമ്മൾ വെട്ടുമ്പോഴത്തേക്കും തല ഫുള്ള് കളഞ്ഞ് വെട്ടിക്കഴിഞ്ഞാൽ എല്ലാ മാംസവും പോകും കേട്ടോ. അപ്പം അച്ഛൻ എനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നു, ഇങ്ങനെ വെട്ടണ്ട, തല ഉൾപ്പെടെ വെട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം വെട്ടിയപ്പോഴത്തേക്കും തലയെല്ലാം കളഞ്ഞ് മാംസവും കളഞ്ഞ് എല്ലാം കളഞ്ഞാണ് വെട്ടിയെടുത്തത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു ഞാൻ വെട്ടിക്കോളാന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ച് മേടിച്ച് അച്ഛനാണ് വെട്ടുന്നത് കേട്ടോ ഇന്ന്. അങ്ങനെ മീനെല്ലാം അച്ഛൻ നല്ല വൃത്തിയായിട്ട് വെട്ടി തന്നെ. അച്ഛന് നല്ല അടിപൊളിയായിട്ട് മീൻ വെട്ടാൻ അറിയാം. തലയൊക്കെ കളഞ്ഞ് ആ തലഭാഗം ഫുള്ള് കളയത്തില്ല കേട്ടോ. അത് തലഭാഗം വെച്ചോണ്ടാണ് അച്ഛൻ വെട്ടിയെടുക്കുന്നത്. അച്ഛനെല്ലാ ചതമ്പലും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എനിക്ക് വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ മീനെ. ഈ മീനങ്ങ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മീനാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും ഈ മീൻ. ഒത്തിരി വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഈ മീനെ. എപ്പം മീൻ വെട്ടാൻ നിന്നാലും എനിക്ക് അച്ഛൻ മീൻ വെട്ടി തരും കേട്ടോ. അച്ഛനുള്ള സമയത്തൊക്കെ എനിക്ക് മീൻ വെട്ടി തരാറുണ്ട്. അപ്പം അച്ഛൻ്റെ മീൻ വെട്ടലാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ അച്ഛൻ ഇഷ്ടംപോലെ ചെമ്മീനും മറ്റേ കിളിമീനും ഒക്കെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ഈ കിളിമീനും കൊഞ്ചിനും ഒക്കെ അല്ലേ. പക്ഷെ ഇപ്പം അങ്ങനെ മീനൊന്നും കിട്ടാറേ ഇല്ല. മീനൊക്കെ കുറഞ്ഞു വരുക അല്ലേ. പണ്ട് 2 കിറ്റ് നിറച്ചച്ഛൻ ചെമ്മീനും കിളിമീനും എല്ലാം കൊണ്ടുവരുമായിരുന്നു. ഇപ്പം നമുക്ക് മീനൊന്നും കിട്ടാനേ ഇല്ല, വളരെ കുറച്ച് മാത്രമേ കിട്ടാനുള്ളൂ. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇഷ്ടംപോലെ മീൻ കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ ഇവിടെ എല്ലാം വാരി കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ചെമ്മീനൊക്കെ ഇഷ്ടംപോലെ അച്ചാറിട്ട് വെക്കും കേട്ടോ. ചൂര അച്ചാറും ചെമ്മീൻ അച്ചാറും അങ്ങനെയൊക്കെ ഒത്തിരി അച്ചാറൊക്കെ ഇട്ട് വെക്കുമായിരുന്നു. കിളിമീനൊക്കെ ആണെങ്കിൽ നല്ല വറുത്തെടുക്കാനാണ് കേട്ടോ അടിപൊളിയെ. അപ്പോൾ അച്ഛൻ്റെ മീൻ വെട്ടൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് ഞാൻ തേങ്ങ പൊട്ടിച്ച് എടുക്കുവാണ്. അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്ത് നമ്മുടെ കുക്കിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ തലയൊക്കെ വെച്ച് തന്നെ മീനൊക്കെ വെട്ടി റെഡിയാക്കി എടുത്ത് അച്ഛൻ നല്ല രീതിയിൽ തന്നെ വെട്ടിയെടുത്തിട്ടോ. ഈ ആദ്യം കാണുന്ന മീൻ തേക്ക് കിടക്കുന്ന കണ്ടോ, അത് ഞാനാണ് കേട്ടോ. തലയോടുകൂടി അങ്ങ് വെട്ടിക്കളഞ്ഞു മാംസം എല്ലാമായിട്ട് അച്ഛൻ നല്ല വൃത്തിയായിട്ട് വെട്ടിയെടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മീൻ വെട്ടൽ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുവാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിനു മുമ്പ് ഞാനിതൊക്കെ ചെറിയ പീസായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. അപ്പോൾ കുറച്ചെടുത്ത് നമ്മൾ കറിയും വെച്ച് കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ കുറേയൊക്കെ നമ്മളെടുത്ത് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിടുവാണേ. ഇത് വെട്ടാനായിട്ട് ഒരുപാടും ഇല്ല കേട്ടോ, ഭയങ്കര സിമ്പിളാണ് ഇത് വെട്ടാനും. അതുപോലെ തന്നെ അരിയുമ്പോഴും നല്ല പെട്ടെന്ന് ഇങ്ങനെ അരിഞ്ഞിങ്ങ് വരും കേട്ടോ. ഈ സോഫ്റ്റ് മീനൊക്കെ ഇങ്ങനെയാണല്ലേ. ഈ ചൂരയും മറ്റു സംഭവങ്ങളൊക്കെ വെട്ടിയെടുക്കുവാണെങ്കിൽ ഭയങ്കര ആയിരിക്കും, പക്ഷേ ഈ മീനൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് വെട്ടിയെടുക്കാം കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു കറി വെക്കുന്നതിൽ നല്ലത് വറുക്കുന്നത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ മീൻ നമുക്ക് തേങ്ങ അരച്ചാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. മുളക് കറി വെച്ചാൽ അത്ര ടേസ്റ്റ് ഒന്നും കാണത്തില്ല. തേങ്ങ അരച്ച് വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. അതുപോലെ തന്നെ കടുക് താളിച്ച് ഒഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഈ മീൻ കറി വെക്കുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ വെക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് വരുന്നത്. കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കുറച്ച് ഉള്ളിയും കൊച്ചുള്ളിയൊക്കെ ചതച്ചിട്ട് കടുക് വറുത്തിടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഈ മീൻ കേട്ടോ. അപ്പോൾ നമ്മുടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരപ്പെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മൾ വറുത്തും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. മീൻ കറിയെക്കാട്ടിലും എനിക്കിഷ്ടം മീൻ വറുത്തതാണ് കേട്ടോ. മീൻ വറുത്തതും ചമ്മന്തി ആണെങ്കിലും ഞാൻ കഴിക്കും, പക്ഷെ മീൻ കറിയെ അത്ര പ്രിയമില്ല കേട്ടോ. കുഞ്ഞിലെയൊക്കെ കുറേ വലിയ മത്തിയൊക്കെ കിട്ടുന്ന സമയത്ത് ഒത്തിരി വറുത്ത് തിന്നിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പം അതുകൊണ്ട് എപ്പോഴും വറുത്ത മീൻ എൻ്റെ ഒരു ഫേവറേറ്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് എല്ലാം പുരട്ടി വെച്ചു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് നേരം വെക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഈ അരപ്പൊക്കെ തേച്ച് കഴിഞ്ഞിട്ടാണ് ഉപ്പിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നത് കേട്ടോ. അവസാനമാണ് ഉപ്പിടുന്നത്. ഒന്നുകൂടെ എല്ലായിടം ഒന്ന് പറ്റിച്ച് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി. അപ്പോൾ അരപ്പൊക്കെ അവിടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം റെഡിയാക്കാം. ഇവിടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ നമ്മുടെ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കറി ഒന്ന് റെഡിയാക്കി എടുക്കണം.
ആ അരപ്പിൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പും ഇട്ട് ഒന്ന് കലക്കി എടുക്കുവാണ്. ഇനി നമുക്ക് ഒരു മോര് കറി വെക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്ത് ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് പച്ചമുളകും ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ തൈരും കൂടെ ചേർത്തിട്ട് അരച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞു വരും കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടേ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പോൾ നമ്മുടെ മീൻ കറിക്കും മീൻ വറുത്തതും പിന്നെ നമ്മുടെ മോരുകറി ഏകദേശമൊക്കെ റെഡിയാകാറായി. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് മീൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് മീൻ കറി വെക്കാവേ. അപ്പോൾ മീൻ കറി വെക്കാൻ വേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മീനെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്കിനി മീനിട്ട് കൊടുക്കാം തിളച്ച് കഴിയുമ്പോഴേ. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും കറി വെക്കാൻ വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഇരുന്നതെല്ലാം എടുത്ത് കഴുകിയിട്ട് ചെറിയതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുവാണ് വെണ്ടയ്ക്ക. അപ്പോൾ ഈ വെണ്ടയ്ക്ക നമ്മുടെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ. അടുക്കള വാതിൽക്ക് നമ്മൾ കിളിപ്പിച്ച വെണ്ടയ്ക്കയാണ് ഇതെല്ലാവേ. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ പറിച്ച് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ അതെല്ലാം നമ്മളിന്ന് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കുവാണേ. വെണ്ടയ്ക്കെല്ലാം വെച്ച് പിടിപ്പിച്ച് കാരണം കുറേ വെണ്ടയ്ക്ക നമ്മൾ പറിച്ചെടുത്ത് കറി വെക്കുന്നുണ്ട് കേട്ടോ. അടുക്കള തോട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും മെഴുക്ക് പുരട്ടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പം കടയിൽ നിന്ന് മേടിക്കുന്നതിലും നല്ലത് ഇത് തന്നെയല്ലേ അല്ലേ. അപ്പോൾ കുനുകുനാന്ന് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഇനി കുറച്ച് സവാളയും കൂടെ അരിഞ്ഞെടുക്കണം, പിന്നെ പച്ചമുളകും അരിഞ്ഞെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ മെഴുക്ക് പുരട്ടിക്കുള്ളതും എല്ലാം റെഡിയാകും. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കയുടെ കൂടെ ഞാൻ സവാളയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതെല്ലാം കട്ട് ചെയ്ത് എടുക്കുക. പിന്നെ നമ്മുടെ അടുക്കളയൊക്കെ അങ്ങ് ആകെ കുളമായിട്ട് കിടക്കുവാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ഒന്നുകൂടെ കഴുകിയിടാം. അപ്പോൾ മീനും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ലേശം ഉപ്പും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കടുക് വറുത്തിടാം കേട്ടോ. ഏകദേശം അച്ഛൻ 11 മണിയായപ്പോഴാണ് നമുക്ക് മീനും കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ 11 മണിയായി 12 മണിയായപ്പോഴത്തേക്കും ഏകദേശം എൻ്റെ മീൻ കറിയും മീൻ ലഞ്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മീൻ കറി വെച്ച് കഴിഞ്ഞ് നമുക്ക് കടുക് വറുത്തിടണം. മീനിൻ്റെ കൂടെ തന്നെ ഞാൻ പുളിയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് നമ്മൾ ഉപ്പ് ഇട്ട് ഇനി കടുക് വറുത്തിട്ടാൽ മാത്രം മതി കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അധികം വേവൊന്നും ഇല്ലാത്ത മീനല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5-10 മിനിറ്റ് നമ്മൾ അടുപ്പത്ത് വെച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം കുറേ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിനി കടുക് വറുത്തിടാം കേട്ടോ. അപ്പോൾ കുറച്ച് മോരിരുന്ന എടുത്ത് ഞാൻ കുടിച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കടുകും കൂടെ വറുത്തിട്ട് കേട്ടോ. കൊച്ചുള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെയാണ്, ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് മീൻ വറുത്തെടുക്കാവേ. അപ്പോൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒഴിച്ചുകറി വെക്കണം. അപ്പോൾ ഒഴിച്ചുകറി ഈ ചട്ടിയിലൊക്കെ വെക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ചട്ടിയിൽ ഒഴിച്ചറി വയ്ക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ടു, പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞിട്ടുവാണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു മോരുകറി റെഡിയായി കേട്ടോ. ഞാനിതെല്ലാം പറഞ്ഞു പോയി കേട്ടോ. ഇതിവിടെ ഒന്നും റെഡി ആയിട്ടില്ല. ഞാനിവിടെ നമ്മുടെ വറ്റൽമുളക് ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ അരച്ച് നമ്മൾ വെച്ച നമ്മുടെ തൈരും തേങ്ങയും അതും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. തിള വരുന്നതിന് മുമ്പേ ഓഫ് ചെയ്യുക, ഉപ്പിടുക, കലക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ മോരുകറി. ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഈ മോരുകറി തിളയ്ക്കരുത് എന്നുള്ളത്. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മോരുകറി തിളച്ച് കഴിഞ്ഞാൽ കുളമാകും എന്നുള്ള കാര്യം കേട്ടോ. പണ്ടൊക്കെ ഞാൻ തിളപ്പിച്ചായിരുന്നു ഇതെല്ലാം ചെയ്യുന്നത്. ചമ്മന്തിക്കറി വെക്കുമ്പോഴും ഞാൻ തേങ്ങ അരച്ച് തിളപ്പിക്കുമായിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളങ്ങ് എല്ലാം പഠിച്ചോളും. അപ്പോൾ നമ്മുടെ അടുത്ത മെഴുക്ക് പുരട്ടി നമ്മൾ മോരുകറി വെച്ച പാത്രത്തിൽ തന്നെ നമ്മൾ മെഴുക്കും പുരട്ടി എടുക്കുവാണ് കേട്ടോ. എനിക്ക് കഴുകാൻ വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിത് അതിനകത്ത് തന്നെ ഇട്ട് വെക്കുവാണ്. എന്തായാലും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, കറി വെച്ച പാത്രം തന്നെയല്ലേ. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും പിടിച്ചിട്ട് നമ്മുടെ സവാളയും നമ്മുടെ ഈ വെണ്ടയ്ക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മെഴുക്ക് പുരട്ടി എടുക്കുകയാണ്. ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളക് പൊടിയും ഒക്കെ ചേർത്ത് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റി ഇച്ചിരി ഫ്രൈ രൂപത്തിലാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും റെഡിയാവേ. പണ്ട് ഈ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ എല്ലാം ഇഷ്ടമായിട്ട് വരുന്നുണ്ട്.
അല്ലെങ്കിലും പണ്ട് കെട്ടിച്ച് വിടുന്നതിന് മുമ്പേ അമ്മയുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര വാശിയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. നമുക്കത് ഇഷ്ടമല്ല, നമുക്കിത് ഇഷ്ടമല്ല, മറ്റേത് ഇഷ്ടമല്ല എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ഏത് വീട്ടിലാണോ വരുന്നത് അവിടെ എല്ലാം അങ്ങ് ഇഷ്ടപ്പെട്ടു പോകും കേട്ടോ. പണ്ട് പുട്ട് തിന്നാത്ത ആൾ ഞാനിപ്പോൾ പുട്ട് വരെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോരോ മാറ്റങ്ങൾ നമുക്ക് കാലം മാറുന്തോറും വരും കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു മാറ്റമാണ് വെണ്ടയ്ക്ക തിന്നാത്ത ഞാൻ വെണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ പുട്ട് തിന്നാത്ത ആൾ ഞാൻ പുട്ട് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ എല്ലാം ഇഷ്ടമായി വരും. അപ്പം കാലത്തിനനുസരിച്ച് നമ്മൾ മാറും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻകറി, അതുപോലെ വെണ്ടയ്ക്ക ഫ്രൈ, അതുപോലെ തന്നെ നമ്മുടെ പല്ലിക്കോര മീനിൻ്റെ ഫ്രൈയും, പിന്നെ മോരുകറിയും, പിന്നെ ചോറും. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ലഞ്ചായിരുന്നു ഇന്നത്തത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല അടിപൊളി ലഞ്ച് വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മീൻകറി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു ലഞ്ചായിരുന്നു കേട്ടോ ഇന്നത്തേത്. അപ്പോൾ ഇനി അടുത്ത ലഞ്ചുമായിട്ട് ഇനിയും വരാം. ബൈ.